ഹലോ നമസ്കാരം. കർക്കിടകം 1 വടക്കുനാഥന്റെ മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോഴല്ലോ ആസ് എ തൃശ്ശൂർക്കാരൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തൊരു പ്രൗഡ് മൊമെന്റാ. കർക്കിടകം തുർക്കിടകം എന്നൊക്കെ പറയുന്നത് വെറുതെയാ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഉത്സവ സീസണൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോൾ ആനകളെയും മേളവും കാര്യങ്ങളൊക്കെ മിസ്സായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്രയും ബൾക്കായിട്ട് ആനകൾ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം വരുന്നു. ഈ വടക്കുനാഥന്റെ ആനയൂട്ടെടുക്കുന്നു, ഗണപതി ഹോമം കാണുന്നു. ഭയങ്കര രസമാണ് ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മഴ, ഒരു മൂടി ക്ലൈമറ്റ് അല്ലേ. ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ഗുരുവായൂരിന് 7 ആനകളുണ്ട്, പ്രാവശ്യം 6 ആനകൾ. അപ്പോൾ മഹാലക്ഷ്മി ഇപ്പോൾ 4ാമത്തെ കൂട്ടാണ്. മുടങ്ങാതൊക്കെ 4ാമത്തെ കൊല്ലം വരുന്നുണ്ട്. ഇന്ന് ആനയൂട്ടാണ്. കർക്കിടകം 1-ാം തീയതി ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ വടക്കുന്നാലിൽ നടക്കുന്ന ഏറ്റവും ഭംഗിയുള്ള പരിപാടിയാ. ആനകളെ ആടയാഭരണങ്ങളും ആലവട്ടവും വെഞ്ചാമരവും ഒന്നുമില്ലാതെ ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടി തൃശ്ശൂര് അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവില്ല ഞാൻ പറയും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിം അത്. കാരണം മറ്റേത് നമ്മൾ നെറ്റിപ്പട്ടവും ആലവട്ടവും കൊടയും എല്ലാം ആയിട്ടല്ലേ കാണുള്ളൂ. ഇത് നമ്മളൊരു ആന റോല് കാണുക അല്ലെങ്കിൽ പച്ചയ്ക്ക് കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആനകൾ നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് ഇത്. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് ആനകൾക്കുള്ള ഒരു പൂജയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ആനകൾക്ക് ഫ്രൂട്ട്സും പലഹാരങ്ങളും നെയ്തിങ്ങള്, ഉണ്ണിയപ്പം, പിന്നെ കരിമ്പ്, കുക്കുംബർ എല്ലാം കൊടുത്തുനിന്ന് ആനകൾക്ക് ഊട്ടാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് പറയാനുള്ളൂ. ഗജാനനം